ശ്രീ ജോർജ് പൊടിപാറായ ഡോക്ടർ മോഹൻ വർഗീസ് പറയുന്നത്ര ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം വി ഡി സതീശനുണ്ടോ? അത്തരത്തിൽ ഈ ഘടകകക്ഷികളടക്കം ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? യഥാർത്ഥത്തിൽ ഘടകകക്ഷികളുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് അത്രത്തോളം ഉണ്ടായിരുന്നു. ഇനി ഭരണത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വകുപ്പുകളുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഒരു വലിയ തർക്കത്തിനുള്ള സാധ്യത പൊതുവെ കുറവല്ലേ ഈ പറയുന്ന ഒരു മൃഗീയ ഭൂരിപക്ഷം കോൺഗ്രസിന് തന്നെ കിട്ടിയ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നില്ല അത്ര വലിയൊരു സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന്. ഇപ്പോൾ ആകെപ്പാടെയുള്ളൊരു പ്രശ്നം ലീഗിൻ്റെ കാര്യത്തിൽ 5 മന്ത്രിമാർ വേണം എന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അത് 5 മന്ത്രിമാരെന്നുള്ളത് 4 മന്ത്രിമാരും സ്പീക്കറും അങ്ങനെയുള്ള കോമ്പിനേഷനിലേക്ക് ഒരുപക്ഷെ പോയേക്കാം. അത് ലീഗ് അംഗീകരിക്കുകയോ ഇല്ലയോ, അവിടെ ഒരു ചെറിയ തർക്കം, അതാണൊരു സാധ്യതയുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ട് 7 MLA ജോസഫ് ഗ്രൂപ്പിനും 2 മന്ത്രിമാരെ വേണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. അത് 2 മന്ത്രിമാരെ കൊടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഒരു മന്ത്രിയും പിന്നെ ഒരുപക്ഷെ ക്യാബിനറ്റ് റാങ്കുള്ള മറ്റൊരു പദവി, അതൊരുപക്ഷെ ചീഫ് ഇപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പദവിയാകാം. ആ കാര്യത്തിൽ അവർ 2 മന്ത്രിമാർക്ക് വേണ്ടി ശാഠ്യം പിടിക്കുമോ എന്നുള്ള ഈ 2 കാര്യത്തിലേ സംശയമുള്ളൂ. മാത്രമല്ല വേറൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇടതുമുന്നണി കഴിഞ്ഞ മന്ത്രിസഭയിൽ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒറ്റയംഗ കക്ഷികൾക്കല്ല, ഇപ്പോൾ CP ജോണിന്, അതുപോലെ തന്നെ മാണി സി കാപ്പന്, അതുപോലെ പിന്നെ അനൂപ് ജേക്കബിന്, അങ്ങനെയുള്ള ഒറ്റയാൾ കക്ഷികൾക്കെല്ലാം RSPക്ക് ഏതായാലും ഒരു മന്ത്രി ഉറപ്പാണ്. അത് ഷിബു ബേബി ജോൺ ആയിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പായിട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം ഓരോ മന്ത്രിമാരെ അവരെ 5 വർഷവും തുടർച്ചയായിട്ട് അവർ മന്ത്രിമാരായി തന്നെ തുടരണം. കാരണം ആപത്ത് കാലത്ത് വളരെ എന്താ പറയുക സങ്കീർണമായ കാലഘട്ടത്തിൽ, വിഷമകരമായൊരു കാലഘട്ടത്തിൽ UDFനൊപ്പം ഉറച്ചു നിന്ന കക്ഷികളാണ്. അതുകൊണ്ട് അവർക്ക് മുഴുവൻ സമയവും മന്ത്രിമാരെ 5 വർഷവും അവരുടെ മന്ത്രിമാരായിട്ട് തന്നെ ആ ടൈം മുഴുവൻ കൊടുക്കാം എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ UDFലെ ഘടകകക്ഷികളായിട്ടുള്ള തർക്കമൊന്നും അത്ര വലിയൊരു പ്രശ്നമായിട്ട് വരും എന്ന് തോന്നുന്നില്ല. അത് വളരെ ഒരുപക്ഷെ നാളെ തന്നെ ആ കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനമാകും. പ്രശ്നമുള്ളത് കോൺഗ്രസിനകത്തെ മന്ത്രിമാരുടെ കാര്യത്തിൽ കൂടുതൽ ഇന്ന വകുപ്പിന് എന്ന രൂപത്തിൽ തർക്കമുണ്ടോ? അതാണ് പ്രശ്നം. മഞ്ഞുരുകിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെ നിയുക്ത മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ പോയി കണ്ടു. വളരെ കോടിയലായിട്ടുള്ള സംസാരം ഉണ്ടായി. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പദമാകാം. അവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമന്ത്രി പദം വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുമോ, അതല്ലെങ്കിൽ അതിൽ കുറഞ്ഞ മറ്റേതെങ്കിലും വകുപ്പ് സ്വീകരിച്ച് തൃപ്തിപ്പെടാൻ ചെന്നിത്തല തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ വേണ്ടി വന്നാൽ ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ട് അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി പദം കൊടുക്കട്ടെ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിയാത്തതിൻ്റെ സങ്കടവും വേദനയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇനി ആഭ്യന്തരമന്ത്രി പദം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലൊരു കയ്പും വേദനയും വേണ്ട, അത് കൊടുക്ക് എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ ഒത്തുതീർപ്പിലേക്ക് പോയേക്കാം. മറ്റൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ KC വേണുഗോപാൽ വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹത്തെ ഈ പറഞ്ഞ മുഖ്യമന്ത്രി റേസിൽ കൂടെ നിന്ന് നിരീക്ഷകർക്ക് മുമ്പിൽ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ കൂടെ നിന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തിന് അനുകൂലമായി നിന്ന MLAമാരിൽ നിന്ന് കൂടുതൽ മന്ത്രിപദം അല്ലെങ്കിൽ മന്ത്രിമാരെ ആക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനകത്ത്. പക്ഷേ അല്ലെങ്കിൽ തന്നെയും അതിനകത്ത് പലരും മന്ത്രിമാരാകാൻ സാധ്യതയുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് 1-2 പേരുടെ കാര്യത്തിലല്ലാതെ അതിലപ്പുറത്തേക്കൊരു തർക്കമൊന്നും വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് വലിയൊരു കീറാമുട്ടിയായിട്ട് ഒരു തീർക്കാൻ കഴിയാത്ത അത്രയും സങ്കീർണമായൊരു വിഷയമായിട്ട് ഈ മന്ത്രിസഭാ വിഭജനം തീരും, അല്ലെങ്കിൽ ആ കാര്യത്തിൽ വലിയ ഒരു തർക്ക വിതർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് കരുതുന്നില്ല. ഹൈക്കമാൻഡും വളരെ കോഷ്യസ് ആയിട്ട് ഇതിനകത്ത് നോക്കുന്നുണ്ട്. KC വേണുഗോപാൽ എത്തിയിട്ടുണ്ട്. VD സതീശൻ വലിയ വാശിയൊന്നും പിടിക്കാതെ തുടക്കത്തിൽ തന്നെ കല്ലുകടിയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കും. യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭ നേരിടാനിരിക്കുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പൂച്ച വെറ്റ് കിടക്കുന്ന ഈ ഖജനാവിൽ നിന്നുകൊണ്ട് അവരുടെ 5, അതായത് ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും തുടക്കത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ വിചാരിക്കുന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നിഷേധിച്ചു. ബാലഗോപാൽ നിഷേധിച്ചു. ഒരുപക്ഷെ ഒരു ധവളപത്രം ഇറക്കിയേക്കാനൊക്കെ സാധ്യതയുണ്ട്. ഈ സമ്പദ്ഘടനയുടെ അവസ്ഥയെക്കുറിച്ച്, കടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിലവിലുള്ള യഥാർത്ഥ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ കാര്യത്തിലൊക്കെ VD സതീശൻ കുറച്ച് മിടുക്കനുമാണ്. അപ്പോൾ എന്തായാലും ഒരു പ്രഖ്യാപനം ഞാൻ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അന്ന് അവരുടെ സമരകാലത്ത് അവരുടെ സമരപ്പന്തലിൽ വെച്ച് ശ്രീ VD സതീശൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഞങ്ങളുടെ മന്ത്രിസഭ വന്നാൽ ആദ്യം എടുക്കുന്ന തീരുമാനം ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും എന്നതാണ്. ആ പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടാകും.
സ്ത്രീകളുടെ സൗജന്യ യാത്ര അടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി പരിശോധനയൊക്കെ ഉണ്ടായേക്കാനാണ് സാധ്യത. പക്ഷേ ഏറെ വൈകില്ല. ശ്രീ AK ആന്റണി പറഞ്ഞ പോലെ പ്രഖ്യാപനങ്ങൾ, സൗജന്യ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ ഘോഷയാത്ര പോലെ ഉണ്ടാകും, 1 by 1 ആയിട്ട് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ ഇതൊക്കെ നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തിയൊക്കെ ഉണ്ട്. ഏതായാലും ഒരു പ്രഖ്യാപനം ആദ്യ മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. അത് ഇതിലേതാണ് ഞാൻ വിചാരിക്കുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം തന്നെയാകും. അതിന് ശേഷം ഉണ്ടാകുന്ന പ്രഖ്യാപനം തീർച്ചയായിട്ടും KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏതായാലും വലിയ പ്രശ്നമൊന്നുമില്ല. വളരെ ടോക്കൺ ഓഫ് ഗുഡ് വിൽ അനുസരിച്ച് നേതാക്കളെ കാണുന്നു, പഴയ മുഖ്യമന്ത്രിയെ കാണുന്നു, എല്ലാവരുമായിട്ടൊരു കോർഡിയൽ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, പലരും മുമ്പും ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും അതൊക്കെ ആവർത്തിക്കുന്നു. ഒരു നല്ല അറ്റ്മോസ്ഫിയർ, നല്ലൊരു അന്തരീക്ഷത്തിൽ തുടങ്ങാനുള്ള ആ ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു രീതി ശൈലിയൊക്കെ VD സതീശൻ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നു എന്ന് വേണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.